الحمد لله رب الأرض والسماوات باسط الخيرات واهب البركات واسع الرحمات غافر العذرات مجيب الدعوات نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان اتقوا الله عباد الله وقال جل ثناؤه في القرآن المجيد أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും മരണപ്പെടുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഗ്ദാനം ചെയ്യുന്ന ഏതൊരാളും ആ വാഗ്ദത്വം നിറവേറ്റണമെങ്കിൽ അയാൾ സത്യസന്ധനും അത് നിറവേറ്റാൻ കഴിവുള്ളവനുമാവണം. വ്യാജന്മാരായ ആളുകൾ സത്യം വാഗ്ദാനം നിറവേറ്റുന്നവരല്ല. ദുർബലന്മാരായ ആളുകളും അപ്രകാരം തന്നെ. എന്നാൽ വാഗ്ദത്വം ലംഘിക്കാതിരിക്കുകയും പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളെല്ലാം സമ്പൂർണമായി നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നവൻ അല്ലാഹു മാത്രമാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനവും ലംഘിക്കുന്നവൻ അല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅദല്ലാഹി ഹഖ്ഖാ വമൻ അസ്ദഖു മിനല്ലാഹി ഖീല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സത്യസമ്പൂർണമായ സത്യവാഗ്ദാനമാണത്. അല്ലാഹുവിനേക്കാൾ സത്യം പറയുന്നവൻ ആരുണ്ട്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ ധാരാളം വാഗ്ദാനങ്ങളും താക്കീതുകളും ശക്തമായ രൂപത്തിൽ മനുഷ്യ സമൂഹത്തോട് പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിൽ പരിശോധിക്കുന്നവർക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ പോലും ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തന്റെ താക്കീത് ഭയപ്പെടുന്നവർക്ക് ഖുർആൻ കൊണ്ട് നീ ഉത്ബോധനം കൊടുക്കൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനം അത് സത്യസമ്പൂർണ്ണമാണ്. ഇന്നമാ തുഅദൂന ലസ്വാദിഖ്. തീർച്ചയായും നിങ്ങൾക്ക് താക്കീത് നൽകപ്പെടുകയാണ്. ആ താക്കീത് നൽകപ്പെടുന്നത് സത്യസമ്പൂർണം തന്നെയാണ്. ഇന്നമാ തുഅദൂന ലവാഖി. നിങ്ങളോട് താക്കീത് നൽകപ്പെടുന്നത് സംഭവിക്കുന്നത് തന്നെയാണ്. വഅദ അസ്സദിഖില്ലദീ കാനൂ യുഅദൂൻ. നിങ്ങൾക്ക് നൽകപ്പെട്ടിരുന്ന വാഗ്ദാനമെത്രയത്, സത്യവാഗ്ദാനമെത്രയത് എന്ന് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തുകളിലൂടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ വഅദും അല്ലാഹുവിന്റെ വഈദും, അല്ലാഹുവിന്റെ വാഗ്ദാനവും അല്ലാഹുവിന്റെ താക്കീതും അത് സത്യസമ്പൂർണവും അത് സംഭവിക്കുന്നതും അതിന് യാതൊരുവിധ മാറ്റമില്ലാത്തതുമാകുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പരലോകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള താക്കീത്, അല്ലാഹു നൽകിയിട്ടുള്ള വാഗ്ദാനം, ആ വാഗ്ദാനം സത്യസമ്പൂർണമായി പുലരുമെന്നത് മാത്രമല്ല, നിങ്ങളോട് എന്താണോ അല്ലാഹു താക്കീത് നൽകിയിട്ടുള്ളത് അത് കൃത്യമായി നടപ്പിൽ വരുത്തുകയും ചെയ്യുമെന്നാണ്. അല്ലാഹു പറയുന്നു, വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുളമു നഫ്സുൻ ശൈആ വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. വനളഉൽ മവാസീനൽ ഖിസ്ത. നീതിപൂർണമായ തുലാസ് നാം സ്ഥാപിച്ചിരിക്കുന്നു. ലിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിനു വേണ്ടി. ഫലാ തുളമു നഫ്സുൻ ശൈആ. ഖിയാമത്ത് നാളിൽ അന്ന് ഒരു നഫ്സും ഒരു ശരീരവും ഒരു ആത്മാവും ഒരു തരിമ്പും ആക്രമിക്കപ്പെടുകയില്ല. വഇൻ കാന മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ. മനുഷ്യരുടെ കർമ്മങ്ങൾ, സൃഷ്ടികളുടെ കർമ്മങ്ങൾ അതൊരു കടുകുമണി തൂക്കമാണെങ്കിലും ശരി, നാം അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. നാം അത് കൊണ്ടുവരും. വകഫാ ബിനാ ഹാസിബീൻ. വിചാരണ ചെയ്യാൻ, കണക്ക് നോക്കാൻ നാം തന്നെ മതിയായവനാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തോ അല്ലെങ്കിൽ നാളെ പാരത്രിക ലോകത്തോ അല്ലാഹു നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനവും ആ വാഗ്ദാനത്തിൽ നിന്ന് അവൻ പിന്നോട്ട് പോവുകയില്ല എന്നാണ്. ഇത് വ്യക്തമായി മനസ്സിലാക്കണം സത്യവിശ്വാസികൾ. കുറേയധികം ആളുകളുണ്ട് ഈ വാഗ്ദാനത്തെക്കുറിച്ചും ഈ താക്കീതിനെ കുറിച്ചും അറിയാതെ, അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാതെയോ അല്ലെങ്കിൽ ഭൗതികമായ താല്പര്യങ്ങളിൽ വീണുപോയിട്ടോ പിശാചിന്റെ ചതിക്കുഴിയിൽ വീണുപോയിട്ടോ അല്ലാഹുവിന്റെ വാഗ്ദാനങ്ങൾ എന്ന് ആ വാഗ്ദാനം അല്ലാഹു നിറവേറ്റുന്നവനാണ് എന്ന കൃത്യമായ വിവരത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ
വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, തീർച്ചയായും അല്ലാഹുവിന്റെ വാഗ്ദത്തം സത്യസമ്പൂർണമാണ്, അത് യാഥാർത്ഥ്യമാകുന്നു. അല്ലാഹുവിന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ഐഹിക ലോകം നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, വലിയ വഞ്ചകനായ പിശാച് നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. അല്ലാഹുവിന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാണ്. അല്ലാഹുവിന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാണ്. അതിനെ നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയരുത്. വിവരമില്ലാത്ത ആളുകൾ, കാര്യങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്ത ആളുകൾ അവർ പറയും, വൈദാ ഖീല ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വസ്സാഅതു ലാ റൈബ ഫീഹാ ഖുൽതും മാ നദ്രി മസ്സാഅതു ഇൻ നദുന്നു ഇല്ലാ ദന്നാ വമാ നഹ്നു ബിമുസ്തൈഖിനീൻ. വൈദാ ഖീല, പറയപ്പെട്ടാൽ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, തീർച്ചയായും അല്ലാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞാൽ, വസ്സാഅതു ലാ റൈബ ഫീഹാ, ഖിയാമത്ത് സംഭവിക്കും, അതിൽ സംശയമില്ല. ഇതങ്ങ് പറഞ്ഞു കൊടുത്താൽ, ഖുൽതും, നിങ്ങളപ്പോ പറയുന്നു. എന്തേ നിങ്ങൾ പറയുന്നത്? മാ നദ്രി മസ്സാ, എന്താണ് ഖിയാമത്തെന്ന് ഞങ്ങൾക്കറിയില്ല. ഇന്നദുന്നു ഇല്ലാ ദന്നാ, അതിൽ ഞങ്ങൾ ഉറപ്പിച്ചിട്ടില്ല, ഞങ്ങളത് ലന്നാണ്, ഊഹം മാത്രമാണുള്ളത്. വമാ നഹ്നു ബിമുസ്തൈഖിനീൻ, ഞങ്ങളത് ഉറപ്പിക്കുന്നവർ അല്ല. അല്ലാഹുവിന്റെ സത്യസമ്പൂർണമായ വാഗ്ദാനത്തെയും താക്കീദിനെയും തിരിച്ചറിയാത്ത ആളുകൾ, അതിനെക്കുറിച്ച് കൃത്യമായ വിവരമില്ലാത്ത ആളുകൾ, ഭൗതിക ലോകത്തിന്റെ പിന്നാലെ ഓടുന്ന ആളുകൾ, അവർ പറയുന്നതാണ് ഇതെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിന് നൽകിയിട്ടുള്ള പേര് തന്നെ യൗമുൽ മൗഊദ്. പരിശുദ്ധ ഖുർആനിൽ കാണാം, വസ്സമാഇ ദാതിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബുർജുകളുള്ളതായ ആകാശം, ആകാശം തന്നെയാണ് സത്യം. മാത്രമല്ല, വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം തന്നെയാണ് സത്യം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് വിശദീകരണം കൊടുക്കുന്നു, വഅദ അഹ്ലസ് സമാഇ വഅഹ്ലൽ അർളി അൻ യജ്തമിഉ ഫീഹി, ആകാശത്തുള്ള ആളുകളെയും ഭൂമിയിലുള്ള ആളുകളെയും എല്ലാം ഒരു ദിവസം അല്ലാഹു ഒരുമിച്ച് കൂട്ടുമെന്ന് അവൻ വാഗ്ദത്തം നൽകുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസം നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, നിങ്ങളോട് താക്കീത് ചെയ്തിരിക്കുകയാണ് ആ ദിവസം. അതുകൊണ്ട് രണ്ടുപേരും ഒരുപോലെയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. റബ്ബിന്റെ വാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട് നല്ലവനായി ജീവിക്കുന്നവനും റബ്ബിന്റെ വാഗ്ദാനങ്ങളെ തള്ളിക്കളഞ്ഞ് അവന്റെ താക്കീതുകളെ ഭയപ്പെടാതെ ജീവിക്കുന്നവനും ഒരുപോലെയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അല്ലാഹു പറയുന്നു, അഫമൻ വഅദ്നാഹു വഅദൻ ഹസനാ ഫഹുവ ലാഖീഹി കമൻ മത്തഅനാഹു മതാഅൽ ഹയാത്തിദ് ദുനിയാ ثم هو يوم القيامة من المحضرين. അഫമൻ വഅദ്നാഹു വഅദൻ ഹസനാ, അപ്പോൾ നാം അതാ ഒരുവന് നല്ലൊരു വാഗ്ദാനം നൽകുന്നു, എന്നിട്ടതാ ഫഹുവ ലാഖീഹി, അവൻ ആ വാഗ്ദാനം മനസ്സിലാക്കി ജീവിച്ചപ്പോ ആ വാഗ്ദാനത്തിനനുസരിച്ച് ജീവിച്ചവൻ അത് നിറവേറിയതായി കണ്ടുമുട്ടുകയും ചെയ്യുന്ന ഒരുവൻ കമൻ മത്തഅനാഹു മതാഅൽ ഹയാത്തിദ് ദുനിയാ, ഐഹിക ലോകത്ത് നാം സുഖാഡംബരങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുത്ത ഒരുവനെ പോലെ, സുഖിച്ചു ജീവിച്ചവരെ പോലെ, സുമ്മ ഹുവ യൗമൽ ഖിയാമത്തി മിനൽ മുഹ്ളരീൻ,
പിന്നെ ഖിയാമത്ത് നാളിലേക്ക് എത്തിയപ്പോൾ ശിക്ഷക്ക് അനുഭവിക്കാൻ വേണ്ടി ഹാജരാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടുപോയ ഒരുവനും ഈ നന്മ നിറവേറ്റിയവനും ഒരുപോലെയാണോ? അല്ലാഹു പറയുന്നു, അല്ല, ഒരിക്കലും അവൻ ഒരുപോലെയല്ല. അതുകൊണ്ട് സത്യവിശ്വാസികൾ റബ്ബിനോട് ഈ വാഗ്ദത്ത ദിവസത്തെ കുറിച്ച് റബ്ബിലേക്കതാ പറയുന്നു ദുആയിൽ, റബ്ബനാ ഇന്നക ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീഹി ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. റബ്ബനാ, ഞങ്ങളുടെ നാഥാ, ഇന്നക ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീഹി, നാഥാ, നീ എല്ലാവരെയും ഒരു ദിവസം ഒരുമിച്ച് കൂട്ടുന്നവനാണ്, അതിൽ സംശയമില്ല. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അല്ലാഹു വാഗ്ദാനം ലംഘിക്കുന്നവനല്ല. സത്യവിശ്വാസികൾ ഹൃദയത്തിൽ ഉറപ്പിക്കുകയാണ്, നാളെ റബ്ബിന്റെ അടുത്ത് നടക്കാനിരിക്കുന്ന വിഷയം അത് യാഥാർത്ഥ്യമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. ഇത് സത്യവിശ്വാസികൾ ഉറച്ചു വിശ്വസിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് വാഗ്ദത്തം ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്യുന്നു സത്യവിശ്വാസികൾക്ക്. എന്താണ് സത്യവിശ്വാസികൾക്ക് അല്ലാഹു വാഗ്ദത്തം ചെയ്യുന്നത്? സത്യവിശ്വാസികളെ ഭാഗത്ത് നിന്ന് വല്ല തിന്മകളും പാപങ്ങളും വന്നുപോയാൽ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്നും മാത്രമല്ല അവരുടെ പ്രവർത്തനങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം നൽകാമെന്നും സ്വർഗീയ ആരാമങ്ങൾ അവർക്ക് അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നു എന്നും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. വഅദല്ലാഹുൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അലീം. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു, ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അലീം, അവർക്ക് പാപമോചനമുണ്ട്, വമ്പിച്ച പ്രതിഫലവുമുണ്ട്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദ്ൻ വറിദ്വാനും മിനല്ലാഹി അക്ബർ. അല്ലാഹു പറയുന്നു, വിശ്വസിച്ച ആണുങ്ങളും പെണ്ണുങ്ങളും സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു താഴ്വാരങ്ങളിലൂടെ അരുവികളൊലുക്കുന്ന സ്വർഗീയ ആരാമങ്ങൾ, വിശിഷ്ടമായ ഭവനങ്ങൾ, അതേ സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങളിലുണ്ട്. അല്ലാഹുവിന്റെ തൃപ്തി അത് ഏറ്റവും വലുതുമാണ്. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് ഒരുക്കി വെച്ചത് ഇങ്ങനെ പറയുന്നുണ്ട്. വാഗ്ദത്തം ചെയ്യുകയാണ് അല്ലാഹു. ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ, ഇതിലാരും നിങ്ങൾ സംശയിക്കണ്ട. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്, നാളെ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ വിശ്വാസികൾ റബ്ബിലേക്ക് ദുആ കൊണ്ടിരിക്കും. റബ്ബനാ വആതിനാ മാ വഅദ്തനാ അലാ റുസുലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയാണ്, റബ്ബനാ, ഞങ്ങളുടെ നാദാവ്, ആതിനാ മാ വഅദ്തനാ അലാ റുസുലിക, നിന്റെ ദൂതന്മാർക്ക് നീ വാഗ്ദത്തം ചെയ്തത്, നിന്റെ ദൂതന്മാരിലൂടെ ഞങ്ങൾക്ക് നീ വാഗ്ദത്തം ചെയ്തത് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. വലാ തുഖ്സിനാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞങ്ങളെ നീ അപമാനത്തിലാക്കരുത് റബ്ബേ. ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്, തീർച്ചയായും നീ വാഗ്ദത്തം ലംഘിക്കുന്നവനല്ല. ഇത് സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ സത്യവിശ്വാസികൾക്ക് അല്ലാഹു വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ധാരാളം വിഷയങ്ങൾ പരിശുദ്ധ ഖുർആൻ അല്ലാഹു പഠിപ്പിക്കുകയാണ്. സ്വർഗത്തിലും അതുപോലെ തന്നെ മലക്കുകളുമായി കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ മലക്കുകളുടെ സ്വാഗതവും അങ്ങനെ തുടങ്ങുന്ന ധാരാളം വിഷയങ്ങൾ റബ്ബ് പറഞ്ഞത് കാണാം. അതോടൊപ്പം തന്നെ സത്യനിഷേധികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലെ കഠിനമായ ശിക്ഷയും അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു ശക്തമായി നമ്മളോട് പറയുന്നു. അവൻ താക്കീത് നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സത്യവിശ്വാസികൾ നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വിശ്വാസികളായ ആളുകളോട്, വിശ്വാസി സമൂഹത്തോട്
അവരുടെ വിശ്വാസത്തിന് ശക്തി പ്രാപിക്കുവാൻ, അവരുടെ പ്രവർത്തനം ഏറ്റവും നല്ലതായി തീരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. എന്താണ് ആ വാഗ്ദാനം? വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതളാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ യഅ്ബുദൂനനീ ലാ യുശ്രികൂന ബി ശൈആ. അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, കാതു തുറന്ന് കേൾക്കണം റബ്ബിന്റെ വാഗ്ദാനം. എന്തേ അല്ലാഹു പറയുന്നു? വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്. നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സുഹൃത പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് അല്ലാഹു വാഗ്ദാനം നൽകുകയാണ്, അല്ലാഹു വാഗ്ദത്തം നൽകുകയാണ്. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. അവർക്ക് മുമ്പുള്ളവർക്ക് ഭൂമിയിൽ പ്രാതിനിധ്യം നൽകിയതുപോലെ തന്നെ തീർച്ചയായും ഭൂമിയിൽ അവൻ അവർക്ക് പ്രാതിനിധ്യം നൽകുന്നതാണ്. ഇനി കഴിഞ്ഞില്ല. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതളാ ലഹും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവർക്ക് അവൻ തൃപ്തിപ്പെട്ടു കൊടുത്ത അവരുടെ മതത്തിന്റെ കാര്യത്തിൽ അവർക്ക് അവൻ സ്വാധീനം നൽകുകയും ചെയ്യുന്നതാണ്. ഇനി കഴിഞ്ഞില്ല. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. അവരുടെ ഭയപ്പാടിന് ശേഷം അവർക്ക് നിർഭയത്വം പകരം നൽകുകയും ചെയ്യുന്നതാണ്. 3 വാഗ്ദാനങ്ങൾ റബ്ബ് പറഞ്ഞു. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട സഹോദരന്മാർ, 3 വാഗ്ദാനങ്ങൾ. ഇത്രയും നേരം നമ്മൾ മനസ്സിലാക്കി, റബ്ബ് അവന്റെ വാഗ്ദാനം ലംഘിക്കുന്നവൻ അല്ല. അല്ലാഹു അവന്റെ വാഗ്ദത്തം ലംഘിക്കുന്നവൻ അല്ല. അവൻ വാഗ്ദത്തം നൽകിയോ അതവൻ സമ്പൂർണമായി തീർക്കുന്നവൻ തന്നെയാണ്. കാരണം അവൻ കദ്ദാബല്ല, അവൻ ആജിസല്ല, അല്ലാഹു ദുർബലനല്ല, അല്ലാഹു കളവ് പറയുന്നവൻ അല്ല, അവൻ സത്യസമ്പൂർണനാണ്, അവൻ സ്വാദിഖ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം പറയുന്നവനാണ്. വമൻ അസ്തഖു മിനല്ലാഹി ഖീലൻ. അല്ലാഹുവിനേക്കാൾ സത്യം പറയുന്നവൻ ആരുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു ചോദിക്കുകയാണ്. ഇവിടെ അല്ലാഹു പറഞ്ഞു, ഒന്നാമത്തത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. അവരുടെ മുമ്പുള്ള ആളുകൾക്ക് ഭൂമിയിൽ പ്രാതിനിധ്യം കൊടുത്തതുപോലെ അവർക്കും അവൻ പ്രാതിനിധ്യം കൊടുക്കുക തന്നെ ചെയ്യും. ഭൂമിയിൽ പ്രാതിനിധ്യം നൽകും. 2, അവർക്ക് തൃപ്തിപ്പെടുന്ന അവരുടെ മതത്തിൽ അവൻ സ്വാധീനം കൊടുക്കും അവർക്ക്. 3, അവരുടെ ഭയാശങ്കകൾ മുഴുവനും നീക്കി അവർക്ക് നിർഭയത്വം അവൻ നൽകി കൊടുക്കും. 3 വാഗ്ദാനങ്ങൾ റബ്ബ് പറഞ്ഞു. ആ വാഗ്ദാനം അവൻ നിറവേറ്റുക തന്നെ ചെയ്യും. പക്ഷേ വിശ്വാസി സമൂഹത്തോട് റബ്ബ് പറയുകയാണ്, അല്ലാഹു ഈ വാഗ്ദാനം ലംഘിക്കുകയില്ല. അവൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തത് സമ്പൂർണമായി നടപ്പിൽ വരുത്തും. പക്ഷേ ആ വാഗ്ദാനം റബ്ബ് നടപ്പിൽ വരുത്തണമെങ്കിൽ ഒരു കാര്യമുണ്ട്. യഅ്ബുദൂനനീ ലാ യുശ്രികൂന ബി ശൈആ. അല്ലാഹു പറയുകയാണ്, അവർ എന്നെ മാത്രം ആരാധിക്കണം, എന്നിൽ ഒരു വസ്തുവിനെയും അവർ പങ്കു ചേർക്കാതിരിക്കുകയും വേണം. എന്നെ മാത്രം ആരാധിച്ചുകൊണ്ട് നിലനിന്നാൽ, എന്നിൽ ഒരു വസ്തുവിനെയും പങ്കുചേർക്കാതെ, റബ്ബിൽ ശിർക്ക് വെക്കാതെ, റബ്ബിന്റെ ഏകത്വം സമ്മതിച്ചുകൊണ്ട്, അള്ളാഹുവിനുള്ള ഇബാദത്ത് അവനെ മാത്രമാക്കി തനിപ്പിച്ചുകൊണ്ട് റബ്ബിന് വേണ്ടി സമ്പൂർണമായി നിലനിന്നാൽ, വിശ്വാസി സമൂഹത്തോട് റബ്ബ് പറയുന്നു, പേടിക്കേണ്ടതില്ല, എല്ലാ ഭയാശങ്കകളും ഞാൻ നിങ്ങൾക്ക് തീർത്തു തരാം. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ മതത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ പേടിക്കണ്ട. ഞാൻ നിങ്ങൾക്ക് അതിൽ സമ്പൂർണമായ ആധിപത്യം നൽകാം. പേടിക്കണ്ട. നിങ്ങൾ ഭൂമിയിൽ നിന്ന് നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളൊരിടത്തേക്കും പോകേണ്ടി വരില്ല. നിങ്ങൾക്ക് അവിടെ കൃത്യമായ പ്രാതിനിധ്യം ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരും. പക്ഷേ ആ വാഗ്ദത്തം അല്ലാഹു നടപ്പിൽ വരുത്തണമെങ്കിൽ യഅ്ബുദൂനനീ
വലാ യുശ്രികൂന ബി ശൈആ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ, കാത് തുറന്ന് കേൾക്കണം റബ്ബിന്റെ വാഗ്ദാനം. സത്യവിശ്വാസികൾ ശരിക്കും പഠിക്കണം, സത്യവിശ്വാസികൾ ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹു നൽകുകയാണ്. ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളല്ലേ അത്, അല്ലേ? ഏക സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ച സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഏക സിവിൽ കോഡ് ഇന്ത്യ രാജ്യത്ത് നടപ്പിൽ വരുത്തുമോ ഇല്ലയോ, വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. ഓരോ സംസ്ഥാനങ്ങൾക്കും അവരവരുടെ തീരുമാനം എന്തെന്ന് അറിയിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നോട്ടീസ് സർക്കുലർ കൊടുക്കുന്ന കാലം കൂടിയാണ്. ഈ സന്ദർഭത്തിലാണ് ഭയാശങ്കകളുടെ നടുവിലൂടെ പോകുന്നു സത്യവിശ്വാസികൾ. സ്വന്തം മതത്തിന്റെ കാര്യത്തിൽ ബേജാറിലാണ് വിശ്വാസികൾ. ചില ആളുകൾക്കൊക്കെ ഈ രാജ്യത്തുനിന്ന് പോകേണ്ടി വരുമെന്ന പേടിയിലുമാണ്. അല്ല പറയുന്നു, പേടിക്കണ്ട, നിങ്ങളുടെ എല്ലാ ഭയാശങ്കകളും ഞാൻ തീർത്തു തരും. എല്ലാ ഭയാശങ്കകളും തീർത്തു തരുമെന്ന് ഞാനിതാ വാഗ്ദാനം നൽകുകയാണ്. നിങ്ങളുടെ ഭൂമിയിലെ പ്രാതിനിധ്യം നിങ്ങൾക്ക് നഷ്ടമാവില്ല. നിങ്ങളുടെ മതത്തിലെ നിങ്ങളുടെ സ്വാധീനം അത് നഷ്ടമാവില്ല. നിങ്ങൾക്ക് അല്ലാഹു അത് സൗകര്യപ്പെടുത്തി തരുക തന്നെ ചെയ്യും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു പണിയുണ്ട്. അതിന് പറ്റിയവരായി തീരണം. ഇവിടെയാണ് വിശ്വാസ സമൂഹം ഉണർന്ന് ചിന്തിക്കേണ്ടത്. ഇവിടെ വിശ്വാസ സമൂഹം ഉണർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് ഞാൻ വെറുതെ ഒരു വർത്തമാനം പറഞ്ഞ് നിങ്ങൾ വിചാരിക്കരുത്. മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ചില ആളുകൾക്ക് തന്നെ ഇസ്ലാമിക ചിഹ്നങ്ങളെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോ ചില ആളുകൾ താടിയെക്കുറിച്ച് സംസാരിക്കുമ്പോ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് വേറെ ചില ആളുകൾ വിമർശിക്കുമ്പോ സ്വമേധയാ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെയും അള്ളാഹുവിന്റെ മതത്തിന്റെ കാര്യങ്ങളെയും അള്ളാഹുവിന്റെ മതത്തിൽ അവന്റെ കൽപ്പനയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനങ്ങളെയും സമ്പൂർണമായി എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒരു നിമിഷം ആലോചിക്കേണ്ടതുണ്ട്. ഇത് വെറുതെ അല്ലാഹു പറഞ്ഞതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി വിശ്വാസികളോട് പറയുകയാണ്, വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതലാ ലഹും. അവർക്ക് അവൻ തൃപ്തിപ്പെട്ടു കൊടുത്ത അവരുടെ മതത്തിന്റെ കാര്യത്തിൽ അവർക്ക് അവൻ സ്വാധീനം നൽകും. അല്ല പറയാൻ എപ്പോ എന്ത് വേണം? റബ്ബിന്റെ തീരുമാനം സമ്പൂർണമായി ഉൾക്കൊള്ളാനുള്ള മനസ്സും ശരീരവും വിശ്വാസികൾ പാകപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് പരിശുദ്ധ ഖുർആൻ നൽകുന്ന വാഗ്ദാനം. പരലോകത്തിന്റെ വിഷയത്തിൽ സംശയമില്ലല്ലോ. പരലോകത്തിന്റെ വാഗ്ദാനം സത്യസമ്പൂർണമാണ് എന്ന് സംശയമില്ലല്ലോ വിശ്വാസികൾക്ക്. അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഉന്നതമായ അനുഗ്രഹങ്ങളെ കുറിച്ച് വിശ്വാസികൾക്ക് സംശയമില്ലല്ലോ. ഇല്ല എങ്കിൽ ഇതും സംശയിക്കേണ്ടതില്ല. അള്ളാഹു നൽകുന്ന വാഗ്ദാനം സത്യസമ്പൂർണമായി അവൻ പാലിക്കുന്നവനാണ്. അങ്ങനെ അവൻ പാലിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ സമുദായങ്ങളിൽ ഏർപ്പെടുത്തി കൊടുത്ത ഓരോന്നും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇനി സത്യവിശ്വാസികളോട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അല്ലാഹു പറയുകയാണ്, വലാ യസാലുൽ ലദീന കഫറൂ തുസീബുഹും ബിമാ സനഉ ഖാരിഅ ഔ തഹുല്ലു ഖരീബൻ മിൻ ദിയാരിഹിം ഹത്താ യഅതിയ വഅദുല്ലാഹ് ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സത്യനിഷേധികൾക്ക് തങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഏതെങ്കിലും ഒരു അത്യാപത്ത് ബാധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ താമസ സ്ഥലത്തിനടുത്തു തന്നെ ശിക്ഷ വന്നിറങ്ങിക്കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ വാഗ്ദത്തം വന്നെത്തുന്നതുവരെ അള്ളാഹു വാഗ്ദാനം ലംഘിക്കുകയില്ല. തീർച്ച അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കണം. അള്ളാഹുവിലുള്ള വിശ്വാസം സമ്പൂർണമായി നിങ്ങൾ സ്വീകരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനയെ സമ്പൂർണമായി ഉൾക്കൊണ്ട് അവൻ തൃപ്തിപ്പെട്ടു തന്ന മതത്തെ സമ്പൂർണമായി ഉൾക്കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സത്യനിഷേധത്തിലേക്ക് പോയാൽ അള്ളാഹു പറയുന്നു, അത്യാപത്ത് പ്രതീക്ഷിക്കാം. അത്യാപത്ത് അവർക്ക് വന്നുകൊണ്ടിരിക്കും. വേണ്ട, പോരാ, ശിക്ഷ അതാ അവന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ വന്നിറങ്ങുന്നതാണ്. വീടിനോട് ചേർന്ന് വീടിന്റെ തൊട്ടടുത്ത് ശിക്ഷ വന്നിറങ്ങുന്നതാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനം അവൻ ലംഘിക്കുകയില്ല.
അള്ളാഹുവിന്റെ ഖുർആൻ പറയാൻ, ഏയ് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, യഥാർത്ഥം ഇസ്ലാമിക വിശ്വാസ മൂല്യങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ അകന്നോ? അവിശ്വാസത്തിന്റെ മേഖലയിലേക്ക് വിശ്വാസികൾ പോയോ? അള്ളാഹുവിന്റെ കൽപ്പനകളെ ലംഘിക്കുന്നതിലേക്ക് വിശ്വാസികൾ നടന്നുപോയോ? എങ്കിൽ അള്ളാഹു പറയുകയാണ്, ഭയപ്പെട്ടോളണം നിങ്ങൾ. അത്യാപത്ത് വന്ന് കുടുങ്ങും. നിങ്ങൾക്ക് അത്യാപത്ത് ബാധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഒന്നിന് പുറകെ മറ്റൊന്നായി അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പോരാത്തതിന് നിങ്ങളുടെ വീടുകളുടെ തൊട്ടടുത്തായിരിക്കും ശിക്ഷ ഇറങ്ങുക. അള്ളാഹു പറഞ്ഞതാണ്, അവന്റെ വാഗ്ദാനമാണ്, അവന്റെ താക്കീതാണ്. ഒരിക്കലും ലംഘിക്കാൻ പറ്റാത്ത, ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ല അള്ളാഹുവിൻ്റെത്. അവൻ അത് കൃത്യമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് റബ്ബിന്റെ വാഗ്ദാനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, റബ്ബിന്റെ താക്കീതുകളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാനി തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദത്വം, അവൻ്റെ വാഗ്ദാനം, വഅദും അവൻ്റെ വഈദ്, താക്കീതും, അത് സത്യവിശ്വാസികൾ കൃത്യമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ലംഘിക്കുകയില്ല എന്നത് ശക്തമായി അല്ലാഹു പറഞ്ഞതുകൊണ്ട് തന്നെ വിശ്വാസം അത്ര ശക്തമായി ഉയർന്നിട്ടില്ലാത്ത ചില ആളുകൾക്കെങ്കിലും തോന്നാം, എന്തേ റബ്ബിന്റെ സഹായം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സഹായിക്കുമെന്നും അവൻ സംരക്ഷിക്കുമെന്നും ഒക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെന്താണ് അതിങ്ങനെ വൈകിപ്പോകുന്നത്? അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് സ്വാഭാവികമായും വിശ്വാസം കുറഞ്ഞ ആളുകൾക്ക് അവർക്ക് അത്തരം ചോദ്യങ്ങൾ വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞൊരു ആയത്ത് സൂറത്തു റൂമിന്റെ 60-ാമത്തെ ആയത്തായി പരിശുദ്ധ ഖുർആനിൽ കാണാം. ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വലാ യസ്തഖിഫന്നകല്ലദീന ലാ യുഖിനൂൻ. ശരിക്കും ശ്രദ്ധിച്ചോളണം അല്ലാഹുവിന്റെ വാചകം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാണ്, ഫസ്ബിർ, നബിയെ ആകയാൽ നീ ക്ഷമിക്കുക. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, തീർച്ചയായും അല്ലാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്, അത് സംഭവിക്കും. വലാ യസ്തഖിഫന്നകല്ലദീന ലാ യുഖിനൂൻ, ദൃഢവിശ്വാസമില്ലാത്ത ആളുകൾ നിനക്ക് ചാഞ്ചല്യം വരുത്താതിരിക്കട്ടെ. ശ്രദ്ധിച്ചോണം, ആ വാചകം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് അല്ലാഹു പറഞ്ഞത്? വലാ യസ്തഖിഫന്നകല്ലദീന ലാ യുഖിനൂൻ, ദൃഢവിശ്വാസമില്ലാത്ത ആളുകൾ അവർ നിന്നെ ചഞ്ചലനാക്കരുത്. വിശ്വാസികളുടെ ഹൃദയത്തിൽ ചാഞ്ചല്യം സംഭവിപ്പിക്കും അത്തരം ആളുകൾ. എന്തായി? നിങ്ങളൊക്കെ വലിയ ആളുകളാണെന്നും അള്ളാന്റെ ആളുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ? എന്തേ നിങ്ങൾക്ക് ശക്തമായ പ്രയാസങ്ങളും വിഷമങ്ങളും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പ്രതിസന്ധികൾ എന്ത് പറ്റി നിങ്ങൾക്ക്? ഇങ്ങനെ അല്ലാഹുവിൽ ദൃഢവിശ്വാസമില്ലാത്ത ആളുകൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ചഞ്ചലിതരാവരുത്. നബിയേ, വലാ യസ്തഖിഫന്നകല്ലദീന ലാ യുഖിനൂൻ, നിന്നെ ചഞ്ചലനാക്കരുത് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. കാരണം അല്ലാഹുവിന്റെ വാഗ്ദത്തം സത്യസമ്പൂർണ്ണമാണ്. നീ എന്ത് ചെയ്യണം? ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വസ്തഗ്ഫിർ ലിദംബിക വസബ്ബിഹ് ബിഹംദി റബ്ബിക ബിൽ അശിയ്യി വൽ ഇബ്കാർ. സത്യവിശ്വാസികളോട് അല്ലാഹു പറയുന്നു, റസൂലുള്ളാഹിനോട് പറഞ്ഞ വർത്തമാനമാണ്. ഫസ്ബിർ, നബിയെ നീ ക്ഷമിക്കണം. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, തീർച്ചയായും അല്ലാഹുവിന്റെ വാഗ്ദാനം അത് യാഥാർത്ഥ്യമാണ്. വസ്തഗ്ഫിർ ലിദംബിക,
നിന്റെ വീഴ്ചകൾക്ക് നീ റബ്ബിനോട് പൊറുക്കലിനെ തേടണം. വസബ്ബിഹ് ബിഹംദി റബ്ബിക, നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന് സ്തോത്ര കീർത്തനം അർപ്പിക്കണം. ബിൽ അശീഇ വൽ ഇബ്കാർ, പകലും വൈകുന്നേരവും അഥവാ രാവിലെയും വൈകുന്നേരവും റബ്ബിലേക്ക് നിങ്ങൾ അള്ളാഹുവിലേക്ക് പൊറുക്കലിനെ തേടിക്കൊണ്ടും അവനെ ഹംദർപ്പിച്ചുകൊണ്ടും അവന് സ്തോത്ര കീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടും ശക്തനായി നിങ്ങളൊന്ന് നിലനിന്നോ. ആരെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ ചഞ്ചലിക്കണ്ട, നിങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസം പോയി പോകണ്ട. നിങ്ങൾ ശരിക്കും അടിയുറച്ചങ്ങ് നിന്നോളൂ. റബ്ബിന്റെ വാഗ്ദാനം അത് സത്യസമ്പൂർണമാണ്, അത് നടക്കുക തന്നെ ചെയ്യും കേട്ടോ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ. പക്ഷെ പിശാച് വിടൂല. മനുഷ്യനെ പിശാച് ഇങ്ങനെ പിന്നാലെ കൂടാൻ. ഖുർആൻ പറയാണ്, അശ്ശൈത്വാനു യഅദികുമുൽ ഫഖറ വയഅമുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഅദികും മഗ്ഫിറതൻ മിൻഹു വഫളാ. പിശാച് മനുഷ്യനോട് എപ്പോഴും ദാരിദ്ര്യത്തെ വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കും. അവൻ പറയുന്നത് അവനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും ദാരിദ്ര്യത്തെ കുറിച്ചാണ്. അല്ല, അങ്ങനെ ഇപ്പൊ നമ്മൾ ചെയ്താൽ നമുക്ക് എന്തുണ്ടാകാൻ പോകുന്നത്? നമ്മുടെ ബിസിനസ് ഒക്കെ തകരൂലേ, നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ പ്രശ്നമാകൂലേ, ബേജാറാക്കിക്കൊണ്ടിരിക്കും പിശാച്. അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം നൽകുന്നു, മഗ്ഫിറത്തും പാപമോചനവും ഔദാര്യവും റബ്ബുങ്ങളോട് വാഗ്ദത്തം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പിശാച് നിങ്ങളോട് വാഗ്ദത്തം ചെയ്യുന്നത് മുഴുവനും വഞ്ചനയാണ്. യഅദുഹും വയുമന്നീഹും വമാ യഅദുഹുമുശ് ശൈത്വാനു ഇല്ലാ ഗുറൂറാ. പിശാച് വഞ്ചനയല്ലാതെ ചതിയല്ലാതെ പിശാച് ഒരിക്കലും നിങ്ങളോട് വാഗ്ദത്തം ചെയ്യില്ല എന്ന് അല്ലാഹു പറയാൻ. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിന്റെ 22-ാമത്തെ ആയത്ത് വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, പിശാചിന്റെ ഈ വാഗ്ദാനങ്ങളിൽ കുടുങ്ങി റബ്ബിന്റെ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ട് മാറി ഭൗതിക ലോകത്തിന്റെ കാര്യലാഭങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് നാളെ റബ്ബിന്റെ അടുത്തെത്തുന്ന സമയത്ത് ആരുടെ വാഗ്ദാനമാണോ സത്യസമ്പൂർണമായി പുലരുന്നത് എന്ന് കൃത്യമായി അല്ലാഹു പഠിപ്പിക്കുന്നു. വക്കാല ശൈത്താൻ, പിശാച് പറയും, ലമ്മാ ഖുദിയൽ അംറു, കാര്യം തീരുമാനിക്കപ്പെട്ടപ്പോൾ, അല്ലാഹുവിന്റെ അടുത്ത് കാര്യം തീരുമാനിക്കപ്പെടുമ്പോൾ പിശാച് പറയും, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, തീർച്ചയായും അല്ലാഹു നിങ്ങളോട് സത്യസമ്പൂർണമായ യാഥാർത്ഥ്യമായ വാഗ്ദത്തം നൽകി. വവഅതുകും, മാത്രമല്ല വവഅതുകും, ഞാനും നിങ്ങളോട് വാഗ്ദത്തം ചെയ്തു. ഫഅഖ്ലഫ്തുകും, അങ്ങനെ നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനം, നിങ്ങളോട് ഞാൻ ചെയ്ത വാഗ്ദാനത്തിൽ നിന്ന് ഞാനിതാ പിന്മാറുകയാണ്. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, ദുനിയാവിൽ വെച്ച് എനിക്ക് നിങ്ങളോട് യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. ശ്രദ്ധിക്കണേ, പിശാച് പറയാണ്, അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തു, ഞാനും നിങ്ങളോട് വാഗ്ദാനം ചെയ്തു, ഞാനിതാ എന്റെ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറാണ്. റബ്ബിന്റെ വാഗ്ദത്തം സത്യസമ്പൂർണവുമാണ്, യഥാർത്ഥമാണ്. എന്നിട്ട് പിശാച് പറയാണ്, വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേൽ യാതൊരു സ്വാധീനം ഉണ്ടായിരുന്നില്ല, യാതൊരു അധികാരവും എനിക്ക് നിങ്ങളുടെ മേൽ ഉണ്ടായിരുന്നില്ല. ഇല്ല അൻ ദഅൂതുകും ഫസ്തജബ്തും ലീ, ഞാൻ നിങ്ങളൊന്ന് ക്ഷണിച്ചു നോക്കി, നിങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ കുറച്ച് ചഞ്ചലതകൾ ഉണ്ടാക്കി, ഞാൻ നിങ്ങൾക്ക് കുറെ വാഗ്ദാനങ്ങൾ ഇട്ടുതന്നു, അത് കേൾക്കുമ്പോഴേക്ക് നിങ്ങൾ ഇങ്ങോട്ട് പോന്നു. അതുകൊണ്ട് ഫലാ തലൂമൂനി വലൂമു അൻഫുസകും, നിങ്ങൾ എന്നെ ചീത്ത വിളിക്കണ്ട, നിങ്ങൾ എന്നെ ആക്ഷേപിക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ തന്നെ ആക്ഷേപിച്ചോളൂ. മാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖിയ, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റൂല, നിങ്ങൾ എന്നെയും സഹായിക്കുകയില്ല. ഇന്നി കഫർതു ബിമാ ശറക്തുമൂനി, നിങ്ങൾ എന്നെ ശിർക്ക് വെച്ചത് ഞാനിതാ വിശ്വസിക്കുകയാണ് മുമ്പ് ദുനിയാവിൽ വെച്ച്. ഇന്നല്ലാലിമീന ലഹും അദാബുൻ അലീം, തീർച്ചയായും അക്രമികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അടിവരയിടേണ്ട വാചകങ്ങളാണ്. സൂറത്ത് ഇബ്രാഹിമിന്റെ 22-ാമത്തെ ആയത്ത് ശരിക്കും പഠിച്ചു വെച്ചോളി. ഭൗതികമായ കാര്യലാഭങ്ങളിലേക്ക് മനുഷ്യനെ അങ്ങനെ പ്രത്യേക വാഗ്ദാനങ്ങൾ, മോഹവാഗ്ദാനങ്ങളും കുറെ ഉമ്നിയത്തുകളും വ്യാമോഹങ്ങളും ഒക്കെ നൽകി മനുഷ്യനെ തടുത്തു കൂട്ടി കൊണ്ടുപോയി റബ്ബിന്റെ വാഗ്ദാനം ലംഘിക്കുന്നവരാക്കി തീർത്ത പിശാച് നാളെ മനുഷ്യനിൽ നിന്ന് സമ്പൂർണമായി ഒഴിവായിട്ട് പിശാച് പറഞ്ഞൊരു സംഗതിയാണ്, എനിക്ക് നിങ്ങളെ മേൽ യാതൊരു അധികാരം ഉണ്ടായിരുന്നില്ലല്ലോ, ഞങ്ങളൊന്ന് ക്ഷണിച്ചു നോക്കി, നിങ്ങൾ ഇങ്ങോട്ട് പോന്നു. എന്നെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല, സ്വന്തം ചീത്ത വിളിച്ചോളി.
സ്വന്തം ആക്ഷേപിച്ചോളി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് അള്ളാഹു നൽകുന്ന ശക്തമായ പ്രഖ്യാപനമാണ്. സത്യവിശ്വാസികൾ ഉൾക്കാഴ്ചയുള്ളവരാവാൻ, വിശ്വാസികളുടെ ജീവിതത്തിൽ പാകപ്പിഴകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ, പിശാചിന് വേണ്ടി വാദിക്കേണ്ട ഗതികേടുണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്താൻ റബ്ബ് നൽകുന്ന ശക്തമായ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വാഗ്ദത്തം അത് ഹഖാണ്, അത് വാഖിആണ്, അത് സ്വാദിഖാണ്. അതുകൊണ്ട് റബ്ബ് നൽകുന്ന വാഗ്ദാനങ്ങളെ തിരിച്ചറിഞ്ഞ് അവന്റെ താക്കീതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. എങ്കിൽ അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നവരായാൽ റബ്ബ് നമ്മളെ സഹായിക്കാനുണ്ടാകും, അള്ളാഹു നമുക്ക് വേണ്ടിയുണ്ടാകും. അത് ആ രൂപത്തിലേക്ക് നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ ചെങ്കുവട്ടി പള്ളിക്ക് വേണ്ടിയിട്ടുള്ള പിരിവാണ്. നമ്മളെല്ലാവരും അതിനോട് സഹകരിക്കണം. അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയുള്ള സദഖയിൽ നമ്മളെല്ലാവരും പങ്കാവണമെന്ന് ഉണർത്തുന്നു. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കർമ്മങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ വാഗ്ദത്തം കൃത്യമായി ഉൾക്കൊണ്ട് ജീവിതം നയിക്കുന്ന മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നിഷേധികളായി മുന്നോട്ട് പോകുന്ന ആളുകളിൽ നിന്ന് അള്ളാഹു എല്ലാത്തരം സംരക്ഷണവും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന നൂറുകണക്കിന് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിക്കുന്നു. അല്ലാഹു അവരുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദിൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداء الدين بما شئت وكيف شئت يا ذا الجلال والاكرام. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا ارحم الراحمين. والحمد لله رب العالمين.